പ്രൈസ് ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രിയ മക്കളെ, നമുക്ക് നമ്മുടെ ചിന്താകുലങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമുക്ക് വേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മെ നടത്തുന്ന നല്ലൊരു പിതാവ്, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്നു. നമ്മെ കരുതുന്ന അപ്പൻ ഇന്നും ജീവിക്കുന്നു. ആ അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ അപ്പച്ചൻ്റെ ചുമതലകൾ എന്തൊക്കെയാ? നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൻ നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതുന്നു, എന്തെല്ലാം ചെയ്തു തരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. നമ്മെ മേയിച്ചു നടത്തുന്ന നല്ലൊരു പിതാവാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മെ മേയിച്ചു നടത്തുന്ന, നമ്മെ അറിയുന്ന നല്ലൊരു പിതാവാ നമ്മളോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമുക്ക് മുമ്പായി നടക്കുന്ന പിതാവാണ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞവനെ അനുഗമിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് മുമ്പായി നടക്കുന്ന നല്ലൊരു പിതാവ്, ഹല്ലേലൂയ, നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അപ്പന്റെ ശബ്ദം കേട്ട് അപ്പനെ അനുഗമിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അപ്പൻ നൽകി തരും. നമ്മെ അറിയുന്ന നല്ലൊരു പിതാവാ, നമുക്ക് മുമ്പായി നടക്കുന്ന, നമ്മെ മേയിച്ചു നടത്തുന്ന നല്ലൊരു പിതാവാണ്. ഹല്ലേലൂയ. നമ്മെ നടത്തുകയും നമ്മെ പോഷിപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, അതാ സങ്കീർത്തനങ്ങള് 23-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ അറിയാം നമുക്ക് വേണ്ടുന്നത് എവിടെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, പച്ചയായ പുൽപ്പുറങ്ങളിലാ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ അപ്പൻ ശക്തനാ. ഹല്ലേലൂയ. അവിടേക്കാ നമ്മെ നടത്തുന്നത്. നോക്കൂ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ, ഹല്ലേലൂയ, ആ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ അപ്പൻ നമ്മെ, ഹല്ലേലൂയ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. നമ്മെ ശത്രുക്കൾ കാണാതെ കർത്താവപ്പച്ചന്റെ കരങ്ങളിലാ പ്രിയ മക്കളെ നമ്മെ നയിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ സംരക്ഷിക്കുകയും നമ്മെ അറിയുകയും കർത്താവപ്പച്ചൻ നമ്മെ നടത്തുകയും ചെയ്യുന്ന അപ്പൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ മറ്റുള്ളവർക്ക്, ശത്രുക്കൾക്ക് നമ്മെ കൊടുക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രീതി മക്കളെ, ഹല്ലേലൂയ. നോക്കുന്ന അപ്പച്ചൻ എന്താ, അപ്പച്ചന്റെ ശബ്ദം കേട്ട് അപ്പച്ചനെ പിൻഗമിക്കുന്ന മക്കളെ, അനുഗമിക്കുന്ന മക്കളെ അപ്പൻ കാത്തുപരിപാലിക്കുകയും അവർക്ക്, ഹല്ലേലൂയ, നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവരൊരിക്കലും നശിച്ചു പോകാൻ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ മക്കളെ, അവരെ, ഹല്ലേലൂയ, ശത്രു എടുത്തുകൊണ്ടു പോവാൻ മറ്റുള്ളവർ, ഹല്ലേലൂയ, പതിയിരുന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ, ശരങ്ങൾ തൊടുക്കുവാൻ നോക്കുമ്പോൾ അതിനൊന്നും നമ്മളെ ഏൽപ്പിക്കാതെ അപ്പച്ചന്റെ വലം കൈയിൽ, അപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞത്, ആരും, ഹല്ലേലൂയ, അവൻ കർത്താവപ്പച്ചന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെയുള്ളത്. ഏതു നേരത്തും നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ അറിയുന്ന, നടത്തുന്ന, നമുക്ക് മുമ്പായി നടക്കുന്ന നമ്മുടെ അപ്പൻ നമ്മളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, നോക്കൂ, നമ്മുടെ കർത്താവ് നല്ല ഇടയനായി നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പച്ചന്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ അറിയുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അപ്പൻ നമ്മളോടൊപ്പമാ ഉള്ളത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞെന്താ? ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ എങ്ങനെ പരിപാലിക്കുന്നു, അതിലുപരിയായിട്ട് നമ്മുടെ അപ്പൻ നമ്മെ പരിപാലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അപ്പച്ചൻ സൗഖ്യമാക്കുന്ന അപ്പച്ചനാ. സകല രോഗങ്ങളുടെ മീതെ, ഹല്ലേലൂയ, അത്ഭുത സൗഖ്യം തരുന്ന അപ്പനാ നമ്മളോട് കൂടെയുള്ളത്. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ശരീരങ്ങളെ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പാപമായി തീർന്ന അപ്പനെ നമ്മൾ ഓർത്ത് ഓരോ ദിവസവും നമ്മൾക്ക് മുന്നേറാം. സൗഖ്യമാക്കുന്ന അപ്പന്റെ കരം ഇന്നും നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, യേശുപ്പനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ അതാ പറയാനുള്ളത്, ഞാൻ ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കും, അപ്പനോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. നമ്മൾ അപ്പനോട് ചേർന്ന് നടക്കുമ്പോൾ നന്മയും കരുണയും, ഹല്ലേലൂയ, നമ്മുടെ പിറകെ വരും. പ്രിയ മക്കളെ, നമ്മൾ അപ്പന്റെ പാദപീഠത്തിലാണോ, അപ്പന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ, ഹല്ലേലൂയ, ആയി തീർന്നുവെങ്കിൽ നന്മയും കരുണയും നമ്മൾ, ഹല്ലേലൂയ, ഓടി നടക്കേണ്ട, അത് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. അപ്പൻ നമ്മളോ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു നാൾ നമ്മളെ കൈവിടാത്ത, നമ്മളെ ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ആദ്യ ദിനങ്ങളിൽ, ഹല്ലേലൂയ, അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും, ഹല്ലേലൂയ, പുതിയ തീരുമാനത്തോടെ തന്നെ ആയിത്തീരുവാൻ ദൈവം സഹായിക്കണമേ. ദിവസങ്ങൾ ഓരോന്നും തരുമ്പോൾ അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഞങ്ങളെ നടത്തുന്ന ഞങ്ങളുടെ അപ്പനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുൻപ്, ഹല്ലേലൂയ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ. കരങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ കൃപയിൽ പൊതിയണം. ദൈവിക സാന്നിധ്യം എല്ലാ മക്കളും അനുഭവിപ്പാൻ, ഓരോ കുടുംബത്തിലും സമാധാനം, സ്വസ്ഥയും സന്തോഷവും അനുഭവിച്ച് ദിനംതോറും മുന്നേറുവാൻ സഹായിക്കണം. കരങ്ങളിൽ തരുന്നപ്പ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അപ്പൻ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.